നമസ്തേ. മലയാള സിനിമ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ചെറുത്തുനിൽപ്പിൻ്റെയും അതിജീവനത്തിൻ്റെയും ഇതിഹാസമാണ് ദൃശ്യം. ദൃശ്യം ഒന്നിൻ്റെയും ദൃശ്യം രണ്ടിൻ്റെയും മികച്ച വിജയത്തിന് ശേഷം ദൃശ്യം 3 ഈ മാസം 21 വേൾഡ് വൈഡ് റിലീസാവുകയാണ്. ദൃശ്യം 3ൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ഇന്ന് എന്നോടൊപ്പം ഉള്ളത് മലയാളത്തിൻ്റെ മഹാനടൻ, പ്രിയപ്പെട്ട നടൻ മോഹൻലാൽ, അതുപോലെ ഈ ചിത്രത്തിൻ്റെ രചനയും സംവിധാനവും നിർവഹിച്ച ജിത്തു ജോസഫ്, ഈ ചിത്രത്തിൽ പ്രഭാകർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച സിദ്ദിഖ്. 3 അതിഥികളെയും സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ലാലേട്ടൻ, ആദ്യം തന്നെ അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ബർത്ത്ഡേ പറയുകയാണ്. ലാലേട്ടൻ്റെ ജന്മദിനത്തിലാണ് സിനിമ റിലീസാവാൻ പോകുന്നത്. വാട്ട് ഈസ് യുവർ എക്സ്പെക്റ്റേഷൻ? അല്ല, ആദ്യം ജന്മദിനത്തിൽ ഈ സിനിമ റിലീസാകുന്നതിനെ പറ്റി പറയാം. വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു റിലീസാണ്. കാര്യം പലയിടത്തും പറഞ്ഞിട്ടുണ്ടെങ്കിലും സാധാരണ സിനിമകൾ റിലീസാകുന്ന ഒരു വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ വ്യാഴാഴ്ചയൊക്കെയാണ്. അപ്പോൾ ഭാഗ്യവശാൽ മെയ് 21 എന്ന് പറയുന്ന ഒരു വ്യാഴാഴ്ചയായി മാറി. ചിലപ്പോൾ ഒരു തിങ്കളാഴ്ച ചൊവ്വാഴ്ച ആണെങ്കിൽ ചിലപ്പോൾ ഈ 21 റിലീസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അതൊരു നല്ല നിമിത്തമായിട്ട് കാണുന്നു. പിന്നെ ദൃശ്യം 1ഉം 2ഉം വളരെ വിജയകരമായിരുന്നു. ആൾക്കാർ 3ന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പം ഒരു 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 പിറന്നാൾ സമ്മാനം എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. ആ ഒരു സമ്മാനം മോശമായിട്ട് കൊടുക്കാൻ പാടില്ലാത്തതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു സിനിമയായിട്ട് മാറാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 1നെ പോലെയും 2നെ പോലെ അല്ലായിരിക്കും ദൃശ്യം 3. അപ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അതിൻ്റെ സംവിധായകനൊക്കെ ഉണ്ട് പറയാൻ. പക്ഷേ ജോർജ് കുട്ടി എന്ന് പറയുന്ന ആളുടെ ഒരു 13 വർഷത്തെ ഒരു എന്താണ് ആ ഒരു അയാൾ എങ്ങനെ ഇവോൾവ് ചെയ്തു എന്നുള്ള അയാളുടെ ഇമോഷൻസ്, അയാളുടെ ഫാമിലി വലുതായി, കുട്ടികൾ വലുതായി, അവരൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഇത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, പലർക്കും അറിയാം എന്താണ് സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ അത് പിന്നെ മറ്റൊരു ഫാമിലിയുണ്ട്, 2 ഫാമിലിയുടെ കഥയാണ്, 2 അമ്മമാരുടെ കഥയാണ്, 2 അച്ഛന്മാരുടെ കഥയാണ്, 2 ഒരു മകനെയും ഒരു മകളെയും ഓൾമോസ്റ്റ് നഷ്ടപ്പെട്ട 2 പേരുടെ കഥയാണ്. അപ്പോൾ അതിനൊരു കൾമിനേഷൻ ഉണ്ടാകണം. ഇതെവിടെയെങ്കിലും കുറച്ചുകൂടെ ഒരു ഫിലോസഫിക്കലായിട്ട് ചിന്തിച്ച് തുടങ്ങാൻ സാധ്യതയുള്ള ഒരാളായിട്ട് ജോർജ് കുട്ടി മാറി. ഇതെങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം. അതെങ്ങനെയാണെന്നുള്ളതാണ്, അതൊരു ടേമോയിലാണ്. അയാൾ എപ്പോഴും നമ്മൾ ആ സിനിമയിൽ പറയുന്നു, ഞാൻ ഭയക്കുന്നു എന്ന് വരെ പറയാൻ തയ്യാറായിട്ടുള്ള ഒരാളായി മാറി. കാര്യം ഒരു ഏജ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഒരുപാട് ചെറുത്ത് നിൽപ്പെന്ന് അങ്ങ് തുടങ്ങിയപ്പോൾ പറഞ്ഞെങ്കിലും അതിനൊരു പരിധി ഉണ്ടെന്ന് മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പോൾ എങ്ങനെയെങ്കിലും ഇതൊന്ന് സമാധാനം വേണം അയാൾക്ക്. അപ്പോൾ പക്ഷേ ആ ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും വേണം. അങ്ങനെയൊക്കെ ഒരു വലിയ ഒരു ഇമോഷണൽ ഡ്രാമയിൽ കൂടെയാണ് ഞങ്ങൾ ഈ സിനിമ കൊണ്ടുപോയിരിക്കുന്നത്. പലപ്പോഴും ഈ 1ഉം 2ഉം ഇങ്ങനെ ട്വിസ്റ്റ് എന്ന് പറഞ്ഞ് പറയാറുണ്ട്. പക്ഷേ ഇതിൽ ട്വിസ്റ്റ് എന്നുള്ളതല്ല, ഒരു ഇമോഷണൽ ഡ്രാമയായിട്ടാണ് ജിത്തു ഇതിനെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആൾക്കാർക്കത് ഇഷ്ടമാകും എന്നുള്ള പ്രതീക്ഷയാണ്. കാര്യം ഒരു മോശം സിനിമ ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റില്ല. കാര്യം ഇത്രയും വലിയൊരു ഫ്രാഞ്ചൈസിനെ നമുക്ക് തകർക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ശ്രദ്ധയോടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇനി പ്രേക്ഷകരെ എന്താ പറയുന്നതെന്നുള്ള കാര്യം പറയാൻ പറ്റും. ദൃശ്യം 1ലെ ജോർജ് കുട്ടി വളരെ ബോൾഡായിരുന്നു. 2ലേക്ക് വന്നപ്പോൾ എവിടേക്കോ പതറുന്ന പോലെ അവസാനം കൺഫെഷൻ പോലും നടത്തി, അല്ല കുറ്റസമ്മതം നടത്തി. 3ലെ ജോർജ് കുട്ടി എങ്ങനെയായിരിക്കും? കാരണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അയാളൊരു ഫിലോസഫിക്കൽ ഒരു കൾമിനേഷനിലേക്ക് പോകുന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ നമ്മളെ അതിൻ്റെ ഒരു ടീസൽ പോയിൽ അയാൾ തനിച്ച് നിന്ന്, അങ്ങനെ ചോദിച്ചില്ല, തനിച്ച് നിന്നൊരു പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്ന ജോർജ് കുട്ടിയാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനൊരു അയാൾക്ക് ഒരു റിഡംഷൻ, അല്ലെങ്കിൽ അങ്ങനെയല്ല അതിന് പറയുന്ന ഒരു ഗിൽറ്റ് എന്ന് പറയുന്ന ഒരു നരകം പോലെയാണെന്നാണ്. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ അയാൾ മാത്രമേ ഉള്ളൂ, വേറെ ആരോടും അയാൾക്കത് ഷെയർ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓൾമൈറ്റിയുടെ കൂടെ ആയിരിക്കാം. അപ്പം എന്താണ് അയാൾ ചെയ്തിരിക്കുന്നത് എന്ന് ഇപ്പോഴും എനിക്കറിയില്ല. അയാൾ ചെയ്തത് ശരിയാണോ, അല്ലെങ്കിൽ അയാൾക്ക് ഇനിയും മാസ്റ്റർ പ്ലാനുകളുണ്ടോ എന്നൊന്നും അറിയില്ല. ഇപ്പം ദൃശ്യം 3 കഴിയുമ്പോഴും ജോർജ് കുട്ടി ഇപ്പോഴും ഉണ്ട്. അയാൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഒരു പക്ഷേ ജിത്തുവിനും ഇപ്പോൾ അറിയില്ല, എനിക്കും അറിയില്ല, പ്രഭാകരനും അറിയില്ലായിരിക്കും, ആർക്കും അറിയില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് ആ കഥാപാത്രം അത്രയും വലുതായി ഞങ്ങളിൽ നിന്ന് വിട്ടുപോയി. അയാളെ ഇനി ഞങ്ങൾ തിരിച്ചു പിടിക്കാൻ നോക്കണം. ദൃശ്യത്തിൽ തുടങ്ങിയ 13 വർഷം മുമ്പ് തുടങ്ങിയ ഈ യാത്ര ഇപ്പോൾ നമുക്ക്, അതിനുശേഷം ലാലേട്ടൻ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചു. പക്ഷേ ദൃശ്യത്തിലേക്ക് വരുമ്പോൾ വീണ്ടും ആ മാനറിസങ്ങൾ അല്ലേ അതേപോലെ കൊണ്ടുവരണമല്ലേ? അത് അവിടെയാണ് ഒരു നടന വൈഭവം എന്ന് പറയുന്നത്. എങ്ങനെയാണ് വീണ്ടും അതിലേക്ക് ജോർജ് കുട്ടിയിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുന്നത്? അതൊരു നമ്മൾ സാധാരണ
അഭിനയിക്കുന്ന പോലെയുള്ള ഒരു കഥാപാത്രമല്ല. ജോർജ് കുട്ടിയുടെ മനസ്സിൽ എന്താണെന്നത് മുഖത്ത് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു ചലഞ്ചുണ്ട്. ജോർജ് കുട്ടി എന്തെങ്കിലും സത്യം വളരെ കാര്യമായിട്ടുള്ള കാര്യങ്ങൾ മുഖത്ത് കാണിച്ച ആൾക്കാർക്ക് മനസ്സിലാവും. അതുകൊണ്ട് അയാൾ ഭയങ്കരമായ ഒരു കാമോഫ്ലാഷിൽ ജീവിക്കുന്ന ഒരാളാണ്. പിന്നെ 13 വർഷം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകുമ്പോഴും അതേ വീട്ടിലാണ് ഷൂട്ട് ചെയ്യുന്നത്. വേറെ മാറ്റങ്ങളൊന്നുമില്ല. 13 വർഷമായിട്ട് നമ്മൾ ആ വീട് തന്നെയാണ്, ആ കുടുംബം തന്നെയാണ്, ആ കുട്ടികൾ വളർന്നു, അതിലൊന്നും ഒരു മാറ്റമില്ല. അപ്പോൾ ഒരു ഫാമിലിയിലേക്ക് തിരിച്ചു പോകുന്ന അതേ ഫീൽ നമുക്ക് കിട്ടും. ആ വീട്ടുകാർ, അവിടുത്തെ എല്ലാ സറൗണ്ടിങ്സ് നമുക്കറിയാം, അതിൻ്റെ അടുത്തുള്ള ആൾക്കാരെ അറിയാം. അന്ന് ഷൂട്ടിംഗ് കാണാൻ അവരുടെ കുട്ടികളായി, അങ്ങനെയൊക്കെ ഒരു വലിയൊരു ഫാമിലി, നമ്മുടെ അയൽപ്പക്കത്തുള്ള ആൾക്കാരെയൊക്കെ അറിയാവുന്ന ഒരു വീട് പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പം ആ ജോർജ് കുട്ടിയിലേക്ക് പോകാൻ അത്ര ഒരു പ്രയാസമുള്ളതായിട്ട് തോന്നുന്നില്ല. 13 വർഷം മുമ്പ് ഇത് എഴുതി തയ്യാറാക്കിയ സമയത്ത് ഒരുപക്ഷെ താങ്കൾ പ്രതീക്ഷയാണല്ലോ ഇതിന് 2-3 ഭാഗങ്ങളുണ്ടാവുന്നു അല്ലേ? പക്ഷേ പിന്നീട് എനിക്ക് തോന്നുന്നു പ്രേക്ഷകരുടെ ആ ഒരു ഡിമാൻഡ് പരിഗണിച്ചുകൊണ്ടാണോ ഇങ്ങനെ 2ലേക്കും വന്നത്, ഇപ്പോൾ ഒടുവിൽ 3ലേക്കും വരുന്നത്? 2ൽ അവസാനമാണെന്നാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചത്. കാരണം അവിടെ കൺഫെഷൻ പക്ഷേ അപ്പോഴും അവിടുത്തെ പോലീസ് ഓഫീസർ പറയുന്നുണ്ട്, അതായത് അദ്ദേഹത്തിനുള്ള ഒരു ശിക്ഷയാണ് ഇത്, എന്നെ വെറുതെ വിടണം, കുടുംബത്തെ വെറുതെ വിടണം എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അതിനുശേഷം പോലീസ് ഓഫീസർ പറയാണ് ഒരു കാരണവശാലും ഇതിവിടെ അവസാനിക്കുന്നില്ല, ഇറ്റ്സ് എ കേസ് ലൈക്ക് ക്ലോസ്ഡ് ബട്ട് ഇറ്റ് ഈസ് എ കേസ് ദാറ്റ് ഈസ് ക്ലോസ്ഡ് ബട്ട് വിൽ നെവർ ക്ലോസ്. അപ്പോൾ ആ ഒരു കഥാതന്തുവിൽ പിടിച്ചുകൊണ്ടാണോ മുന്നോട്ട് പോകുന്നത്? ഈ ഫസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അവിടെ തന്നെ ഞാനത് സിനിമ ക്ലോസ് ആയെന്നാണ് വിചാരിച്ചത്. അത് കഴിഞ്ഞപ്പം ഈ ഹിന്ദിയിൽ അത് ചെയ്ത് വയാക്കോമ. അപ്പോൾ വയാക്കോമിൽ നിന്ന് കണ്ടുപിടിച്ചിട്ട് പറഞ്ഞു ഒത്തിരി പേര് ഇതിൻ്റെ സീക്വലിന് വേണ്ടിയിട്ട് കഥകൾ അയച്ചു തരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആൻ്റണി പറഞ്ഞു. അപ്പോൾ ഞാൻ ആൻ്റണി വല്ലവരും എന്തിനാ ചെയ്യുന്നത്, നമുക്ക് ആലോചിച്ചുകൂടെ, ജിത്തു ഒന്ന് ആലോചിച്ചു ഇതിനകത്ത് എന്തെങ്കിലും സാധ്യതകളുണ്ടോ എന്ന്. ചിലപ്പോൾ അങ്ങനെ ഒരു സാധ്യത ഉണ്ട്. ഞാൻ പറഞ്ഞു എങ്ങനെ സാധ്യത, ഇതുകൊണ്ട് പോലീസ് സ്റ്റേഷൻ്റെ അടിയിൽ താത്തിയില്ലേ, ഇനിയിപ്പോൾ എന്തോന്ന് അതവിടെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞു. അല്ല ഒന്ന് ആലോചിച്ച് നോക്ക്, എന്നിട്ട് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ തീ, അല്ലെങ്കിൽ വിട്ടേക്കാം. പിന്നെ ഇവരെ വെച്ചിട്ട് വേറൊരു കഥ, കുറേ പേരിങ്ങനെ ചില തോട്ടുകളൊക്കെ പറഞ്ഞു, അതെല്ലാം ഇതിൽ നിന്ന് മാറി ഈ ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് വേറെ കഥകൾ. അപ്പം അങ്ങനെ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല, ഇതിൻ്റെ ഒരു ഇതായിരിക്കണം. അപ്പോൾ ഞാൻ പിന്നെ ആലോചിച്ച് നോക്കാമെന്ന് പറഞ്ഞ് 2013 ഡിസംബറിൽ പടം റിലീസ് ചെയ്യുന്നു. ഒരു 15 തൊട്ടാണ് ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. അതിപ്പോൾ ഇങ്ങനെ ആലോചിച്ചപ്പം ഒരു ഓർഗാനിക്കലി എന്തൊക്കെ സംഭവിക്കാം, ജോർജ് കുട്ടിയും ഫാമിലിയുടെയും സറൗണ്ടിങ്സിലുള്ള നാട്ടുകാരെങ്ങനെയായിരിക്കും ജോർജ് കുട്ടീനെ കാണുന്നത്, പിന്നെ പോലീസ് എങ്ങനെയായിരിക്കും അതിനുള്ള അപ്രോച്ച്, പ്രഭാകരൻ ഫാമിലി അതിങ്ങനെ വെറുതെ അതങ്ങ് വിട്ടുകളയുമോ. അപ്പോൾ അങ്ങനെ പല രീതിയിൽ ആലോചിച്ചപ്പം ഇങ്ങനെ കുറേ ഐഡിയാസൊക്കെ വന്നു. പിന്നെ ഈ ക്യാരക്ടറൈസേഷൻ കണ്ടിന്യൂ ചെയ്യണം പല രീതിയിലും. കാരണം ജോർജ് കുട്ടി സാധാരണക്കാരനാണ്, പക്ഷേ എവിടെയോ പുള്ളിക്ക് കുറച്ചൊരു എന്താ പറയുക, ഇപ്പം നമ്മൾ പറയുന്ന ഒരു റിഫ്ലെക്സാണ് പുള്ളിക്ക്. പെട്ടെന്ന് കാര്യങ്ങൾ വരുമ്പോൾ അതിനെ ഹാൻഡിൽ ചെയ്യാനും അതിനെതിരെ ഒരു തീരുമാനം എടുക്കാനും അതിനെ കൈകാര്യം ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. ഇൻ്റലിജൻസ് ആണെന്ന് വെച്ചാൽ ഭയങ്കരമായ ഇൻ്റലിജൻസ്. പക്ഷേ പുള്ളിയുടെ സിനിമയിൽ നിന്നുള്ള അക്യുറേറ്റ് നോളജൊക്കെ വെച്ചിട്ട് പുള്ളി അതിനെ ഒരു കോമൺ സെൻസ് വെച്ചിട്ട് അത് കൈകാര്യം ചെയ്യുന്നു. ആ ക്യാരക്ടറൈസേഷൻ നഷ്ടപ്പെടാൻ പാടില്ല. കാരണം അത് ജനം പ്രതീക്ഷിക്കും ജോർജ് കുട്ടിയിൽ നിന്ന്. അപ്പോൾ അതെന്തായിരിക്കും എന്നൊക്കെ ഓർത്ത് അതിങ്ങനെ ആലോചിച്ച് പിടിച്ച് ഒരു 4-5 കൊല്ലം കൊണ്ട് രൂപാന്തരപ്പെട്ട് വന്നതാണ് ദൃശ്യം 2. ദൃശ്യം 2 വന്ന് അത് അവസാനിച്ച് കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന ഡയലോഗിൽ ഉണ്ട് ഈ പക്ഷേ എന്നെ അയാൾ നമ്മുടെ അടുത്ത വരവിനായിട്ട് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരിക്കും അയാൾ. അതാണ് അയാൾക്കുള്ള ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്നത്. അത് ഞങ്ങൾ ഇതിൻ്റെ പ്രിവ്യൂ ലാൽ സാറിൻ്റെ വീട്ടിൽ വെച്ച് കണ്ടിങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി ഇങ്ങനെ വർത്താനം പറയുന്നപ്പോൾ എന്നോട് ലാൽ സാർ ചോദിച്ചു, ഇതിനൊരു കണ്ടിന്യൂവേഷൻ എന്തെങ്കിലും സാധ്യത ഉണ്ടോ, അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, പക്ഷേ എങ്ങനെയായാലും ദൃശ്യം 3 ഉണ്ടാകുകയാണെങ്കിൽ അതിൻ്റെ ക്ലൈമാക്സ് ഇങ്ങനെ ആയിരിക്കണം എന്നൊരു തോന്നൽ എനിക്കുണ്ടെന്ന് പറഞ്ഞ് ഞാനൊരു ഐഡിയ പറഞ്ഞു. അപ്പോൾ സാർ എന്നോട് പറഞ്ഞു അത് കൊള്ളാമല്ലോ എന്നോട് പറഞ്ഞു. അത് ശരിക്കും പറഞ്ഞാൽ അത് തന്നെയാണ് ഇവിടെ ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു സെക്ഷൻ, ഇപ്പോൾ അത് 2 സെക്ഷനുണ്ട്, അതിൽ ഒരു സെക്ഷനാണ് ഞാനെന്ന് പറഞ്ഞത്. അപ്പോൾ പിന്നെ അതിലേക്ക് എത്താനായിട്ടുള്ള ഒരു ആലോചനയായി. അതിലേക്കെത്താനായിട്ടുള്ള ആലോചനയിലുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ക്യാരക്ടറൈസേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ പ്രഭാകരനെയും സംബന്ധിച്ചിടത്തോളം അവർ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവർക്ക് പിന്നെ റിമൈൻസ് കിട്ടിയാൽ മതി എന്നേ ഉള്ളൂ. കാരണം അത് ജോർജ് കുട്ടി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ അവരുടെ ക്യാരക്ടേഴ്സിന് ഒരു അവസാനം പോലെ വന്നു. അപ്പോൾ ഇനി ഇത് എങ്ങനെ കൊണ്ടുപോകും, എന്തെല്ലാം ഇതാണ്, അങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പം എനിക്ക് തോന്നിയതാണ്. കാരണം ആ ലാസ്റ്റ് സെൻറ്റൻസ് ഉണ്ടല്ലോ,
പോലീസ് വന്നാലും ഇല്ലെങ്കിലും ജോർജ് കുട്ടി അവർ വരും എന്നുള്ള പ്രതീക്ഷയിലുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കും. ആ വീടിന് ചുറ്റുവട്ടത്ത് ഒരാൾ വന്നാലും ഒരു സ്ട്രേഞ്ചർ വന്നാലും രാത്രിയിൽ എന്തെങ്കിലും അനക്കം കേട്ടാലും ജോർജ് കുട്ടിക്ക് സമാധാനം ഉണ്ടാവില്ല. അയാളുടെ മരണം വരെ അയാളുടെ ലൈഫ് അതായിരിക്കും. അപ്പം ഞാൻ ജോർജ് കുട്ടിയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തു. എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം, ഇനി അത് ഒരുപക്ഷെ ജോർജ് കുട്ടിയുടെ തോന്നലാവാം, ശരിക്കും ഈ പ്രശ്നങ്ങൾ ഉണ്ടാവണം എന്നില്ല, വരുമെന്നുള്ള ഫിയറിലും ജീവിക്കാം. ഹോണ്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രായം മാറുക എല്ലാവരുടെയും ഇതിനകത്തെ ഓരോ ക്യാരക്ടേഴ്സിൻ്റെ. മക്കൾ വലുതാവുന്നു, അവർ പല കാര്യങ്ങളും ചോദിച്ചു തുടങ്ങി, പല കാര്യങ്ങൾക്കും ക്ലാരിറ്റി അവർക്ക് വേണം. അപ്പോൾ നമുക്ക് ആണെങ്കിലും ഒരു പ്രായം കഴിയുമ്പോൾ, പ്രായം മാറും തോറും നമ്മുടെ ഒരു കോൺഫിഡൻസോ അല്ലെങ്കിൽ നമ്മുടെ ഓരോ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഒരു കഴിവൊക്കെ മാറ്റങ്ങളുണ്ടാവാം. അപ്പോൾ അത് ജോർജ് കുട്ടിയിൽ സംഭവിച്ചുകൂടെ? അപ്പോൾ അങ്ങനെ അതുപോലെ പ്രഭാകർ അവരുടെ ലൈഫ് എന്താണ്, അവർ അതിനെക്കുറിച്ച് ഒന്ന് പരാമർശിക്കണം എന്നെനിക്ക് തോന്നി. അങ്ങനെ അതെല്ലാം കൂടെ വെച്ച് വർക്ക് ചെയ്തപ്പോൾ 3യുടെ ഒരു പ്ലോട്ട് റെഡിയായി. അങ്ങനെ 3 ചെയ്തു. അപ്പോൾ എന്തായാലും ആ സസ്പെൻസ് എലിമെൻ്റ് ഉണ്ടാവുമോ? ബേസിക്കലി ഈ സിനിമ നമ്മൾ എൻ്റെ ഫ്രാഞ്ചൈസി എന്ന് പറയുന്നത് ഞാൻ തുടക്കം തൊട്ട് പറയുന്നതാണ്, ഇതൊരു ഇമോഷണൽ ഫാമിലി ഡ്രാമയാണ്. ഇതിനകത്ത് ഒരു ക്രൈം വരികയും ആ ക്രൈമിനോ ഇൻവെസ്റ്റിഗേഷൻ വരികയും അതിനോടനുബന്ധിച്ച് അതിൻ്റെ കഥാഗതിയിൽ ചില കാര്യങ്ങൾ ഓഡിയൻസിന് സർപ്രൈസ് ആയിട്ട് കിട്ടിയപ്പോൾ അതിന് ട്വിസ്റ്റ് ഇതൊക്കെ പറഞ്ഞാൽ അങ്ങനെയും ഒരു പ്രൊജക്റ്റ് ചെയ്യപ്പെട്ടു. അപ്പം ഈ 1ലും 2ലും 3ലും ഒക്കെ ഈ പറയുന്ന പോലെ ഉണ്ടായിരുന്ന ഇതിനേക്കാൾ എന്താ പറയുക സസ്പെൻസ് അല്ലെ ട്വിസ്റ്റ് എന്ന് മറ്റുള്ളവർ പറയുന്നതിനേക്കാൾ ശരിക്കും ഇതിനകത്തെ ഫാമിലി ഇമോഷനാണ് ഇമ്പോർട്ടൻസ്. 3 വരുമ്പോൾ അതിനാണ് കുറച്ചുകൂടെ ഊന്നൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു സിനിമയാകുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു എന്താ പറയുക, നമ്മളൊരു വാക്ക് പറയല്ലേ, നമുക്ക് ഇപ്പോൾ ഒരു ലവ് സ്റ്റോറി ആണെങ്കിൽ പോലും നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവണമല്ലോ, എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത്. ആ ക്യൂരിയോസിറ്റി ഇതിനകത്തുണ്ട്. അതിനെ പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള ക്യൂരിയോസിറ്റികൾ പാട്ടിലും ആ ക്യൂരിയോസിറ്റി താങ്കൾ അവശേഷിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് 3ലും സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ പ്രശ്നങ്ങൾ അറിയുന്നതിൻ്റെ കൂടെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. കാരണം ആ ക്യൂരിയോസിറ്റി ഇല്ലെങ്കിൽ എങ്ങനെയാണ് സിനിമ നമ്മൾ അതൊരു ലവ് സ്റ്റോറി ആണെങ്കിൽ പോലും ഇപ്പോൾ കാമുകനും കാമുകയും പ്രണയിക്കുന്നു, അവർ ഒന്നിക്കുമോ എന്ന് പറയുന്നത് ഒരു ക്യൂരിയോസിറ്റിയാണ്. എന്ന് പറയുന്ന പോലെ ജോർജ് കുട്ടിയുടെ ഫ്രണ്ടിലുള്ള പ്രശ്നം റിയൽ ആണോ, അല്ലെങ്കിൽ ജോർജ് കുട്ടി പേടിക്കുന്ന പ്രശ്നം റിയൽ ആണോ, ആണെങ്കിൽ അത് എന്ത്, അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് ക്യൂരിയോസിറ്റിയിൽ തന്നെ ഇത് കൊണ്ടുപോകുന്നത്. പ്രഭാകരൻ ഫാമിലിയും ജോർജ് കുട്ടി ഇനിയെങ്കിലും വെറുതെ വിടുമോ അല്ലെങ്കിൽ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും? എനിക്കതിനേക്കാളൊക്കെ ഉപരി ഞാൻ ആലോചിക്കുന്നത് ഇപ്പോൾ ദൃശ്യം 3 എന്തായാലും നമ്മൾ കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു രീതിയിൽ അവസാനിപ്പിച്ചിട്ടുണ്ട്. ദൃശ്യം 4 എന്താണ് ജിത്തു പ്ലാൻ ചെയ്യുന്നതെന്നുള്ളതാണ് പ്രഭാകരൻ്റെ ഒരു താല്പര്യം, അറിയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം അതാണ്. ആ പ്രഭാകർ ഈ സിനിമയിൽ അങ്ങനെ ജോർജ് കുട്ടിയെ വെറുതെ വിടാത്തൊരു സ്വഭാവം പണ്ടും പ്രഭാകരനില്ല. നമ്മൾ ദൃശ്യം 1ൽ കാണുമ്പോൾ പോലും ജിത്തു അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം വെച്ചാൽ, ഈ ഗീതാ പ്രഭാകർ ജോർജ് കുട്ടിയും ഫാമിലിയും ചോദ്യം ചെയ്യുമ്പോൾ പോലും പ്രഭാകർ പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും സത്യം അറിയാമെങ്കിൽ ഇത് പറയൂ, എന്തിനാ ഇങ്ങനത്തെ അടി കൊള്ളുന്നതെന്നാണ് ചോദിക്കുന്നത്. അതല്ലെങ്കിൽ ഗീതയോടെ അയാൾ ചോദിക്കുന്നത് ഈ പോലീസുകാരൻ പറയുന്നത് തെറ്റാണെങ്കിലോ അവർ ചിലപ്പോൾ ഇങ്ങനെ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ എപ്പോഴും ഒരു ന്യായത്തിൻ്റെ ഭാഗത്ത്, അല്ലെങ്കിൽ ഇയാൾക്കറിയാം ഇയാളുടെ മകനുണ്ടായിരുന്ന പ്രോബ്ലംസ് ഇയാൾക്കറിയാം. അപ്പോൾ അയാളങ്ങനെ ജോർജ് കുട്ടിയുടെ പുറകെ പോയി ജോർജ് കുട്ടിയെ ശല്യം ചെയ്യുകയോ അല്ലെങ്കിൽ ജോർജ് കുട്ടി ചെയ്തതിന് പ്രതികാരം ചെയ്യാനൊന്നും പോകുന്ന ഒരാളല്ല. അയാൾ എപ്പോഴും അതിൻ്റെ ഒരു സത്യാവസ്ഥ ചിന്തിക്കുന്ന ഒരാളാണ്, കുറച്ചുകൂടി ഫെയർ ആയിട്ട് ചിന്തിക്കുന്ന പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ പക്ഷേ ഭാര്യ അവിടെ ഒരു ഡൊമിനൻസി എടുക്കുന്നുണ്ടോ എന്നുള്ളത് ഉണ്ട്. അത് ഭാര്യ ഒരു പോലീസ് ഓഫീസറും കൂടെ ആയതുകൊണ്ടാണ്. പിന്നെ അതിൻ്റെ അവരുടെ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് അപ്പോഴും പ്രഭാകർ കൂടെ നിന്നിട്ട് ഒരു അവസാനം പോലും അയാൾ ജോർജ് കുട്ടിയോട് പറയുന്നതും അങ്ങനെയാണ്. ദൃശ്യം 1ൽ ഒന്നും ഞങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടെന്നൊന്നും വിചാരിച്ചിട്ട് പറയുന്നതല്ല എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ആ മനോഭാവമൊന്നും പ്രഭാകരന് മാറിയിട്ടില്ല. അയാൾക്ക് അങ്ങനെ ജോർജ് കുട്ടിയോട് ഒരു വിരോധമോ അല്ലെങ്കിൽ ജോർജ് കുട്ടിയുടെ പുറകെ പോകാതിരിക്കുക, ജോർജ് കുട്ടിയെ വെറുതെ വിടില്ല എന്നുള്ള തീരുമാനം എടുക്കുന്ന ഒരാളല്ല. സിമ്പതിയുണ്ടോ ഇപ്പോൾ വരുണിനോടുള്ള ആ സ്നേഹം? പിന്നെ വരുണിൻ്റെ ഭാഗത്താണ് തെറ്റ് എന്ന് തിരിച്ചറിയുന്നുണ്ടല്ലേ ഒരു ഘട്ടത്തിൽ. അപ്പോൾ ജോർജ് കുട്ടിയോടും അതുപോലെ കുടുംബത്തോടും ഒരു സഹതാപം അല്ല ശരിക്കും തോന്നുന്നു. ഒരു മകനെ നഷ്ടപ്പെട്ട അച്ഛൻ്റെ വേദന അയാൾക്ക് എപ്പോഴും ഉണ്ടാവും. ഒരു മകനെ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നൊരു വേദന ഉണ്ടാവും. ജോർജ് കുട്ടിയോട് അങ്ങനെ സിമ്പതിയൊന്നും തോന്നേണ്ട കാര്യമില്ല. പിന്നെ ഇതിൽ എന്തായാലും ഏറ്റവും ഒടുവിൽ ചിതാവസ്മയെങ്കിലും തന്നല്ലോ, അതൊക്കെ തന്നു. അതിൻ്റെയൊക്കെ പേരിലുള്ള നന്ദി ഉണ്ടാവും. ഓക്കെ, സിമ്പതി ഉണ്ടാവേണ്ട കാര്യമുണ്ടില്ല, ഒന്നും തോന്നുന്നില്ല. പിന്നെ ജോർജ് കുട്ടി ആയിട്ട് വരുന്നത് മോഹൻലാലല്ലേ, അപ്പോൾ അതിനോടുള്ള ആ ഒരു കൺസിഡറേഷൻ ചിലപ്പോൾ കൊടുത്തിട്ടുണ്ട്. ലാലേട്ടാ, ഈ ജോർജ് കുട്ടിയാവാൻ എന്തൊക്കെ എഫേർട്ട് എടുത്തു, എന്തൊക്കെ വെല്ലുവിളികളാണ് ഈ കഥാപാത്രം മുന്നോട്ട് വെച്ചത്?
ഒരു എഫർട്ടും എടുത്തിട്ടുണ്ടാവില്ല. അറിയാവുന്നതുകൊണ്ട് പറയാണ് ഞാൻ. അങ്ങനല്ല. അങ്ങനെ ഒരു എഫർട്ടൊന്നും എടുക്കുന്ന ആളല്ല. അതെങ്ങനെ കൂളായിട്ട് കൊണ്ടുപോകാൻ ഒരു വളരെ സീരിയസ് ആയിട്ട് ആ സിനിമ കാണാൻ ശ്രമിച്ചാൽ ജോർജ് കുട്ടി നമ്മൾ സാധാരണ ഒരു സിനിമയിൽ അഭിനയിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ റിയാക്ട് ചെയ്യുന്ന പോലെ ജോർജ് കുട്ടിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റില്ല. അതൊരു വെല്ലുവിളിയൊന്നും അല്ല. അതൊരു ജോർജ് കുട്ടി എന്ന് പറയുന്ന അയാൾ പിന്നെ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറയുന്നതാണ്. കാര്യം പെട്ടെന്നൊരു ഷോക്കിംഗ് ന്യൂസ് പറഞ്ഞാൽ പോലും അയാളൊന്നും ആലോചിക്കും ഇത് ഷോക്ക് ആയിട്ട് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനെ അയാൾ വേറെ തരത്തിലാണ് ചെയ്യുന്നത്. അതാണ് ഒരുപക്ഷെ ആദ്യത്തെ സിനിമയിൽ തന്നെ ഭയങ്കരമായിട്ട് അയാളെ അടിക്കുന്നു സമയത്ത് അയാൾ ആ ഫാമിലിയോട് ചിരിച്ചാണ് കാണിക്കുന്നത്. അപ്പോൾ അതുപോലെ ഒരുപാട് ഇമോഷൻസോ അല്ലെങ്കിൽ റിയാക്ഷൻസ് ഓപ്പോസിറ്റ് ചെയ്യേണ്ട ഒരു ക്യാരക്ടറാണ്. കാര്യം ഒരു ശകലം ഒരു എറർ വന്നു കഴിഞ്ഞാൽ പിടിക്കപ്പെടും. അപ്പോൾ അതുകൊണ്ട് അത് കോംപ്ലിക്കേറ്റഡ് ക്യാരക്ടറാണ്. ഭയങ്കര കോംപ്ലിക്കേഷൻ. ആ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ വളരെ അങ്ങനെ ഒരു വെല്ലുവിളി എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. വളരെ സൂക്ഷിച്ച് അഭിനയിക്കേണ്ട ഒരു സിനിമയായിരുന്നു 1, 2, 3 ഒക്കെ. അപ്പോൾ അതുകൊണ്ട് ജോർജ് കുട്ടി എന്ന് പറയുന്നത് എൻ്റെ സിനിമാ ജീവിതത്തിൽ ഇപ്പോൾ 1, 2, 3 ഒക്കെ നേരത്തെയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു പക്ഷേ നാടോടിക്കാറ്റ്, പട്ടണപ്രവേശം, അക്കരെയൊക്കെ ഒരു ഹ്യൂമറായിട്ടുള്ളതാണ്. കിരീടം അതിൻ്റെ 1 and 2 ആണ്. പക്ഷേ ഈ 1, 2, 3 എന്ന് പറയുന്നത് ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ആ ഫാമിലിയുടെ കൂടെ അത്രയും വർഷം സഞ്ചരിക്കുകയാണ്. അവർക്ക് പോലും നമ്മൾ പിടികൊടുത്തിട്ടില്ല. ബാക്കി എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഓഡിയൻസിന് അറിയാം, അതിൻ്റെ അകത്തുള്ള എല്ലാവർക്കും അറിയാം എന്തോ എങ്ങനെയാണ് എന്നുള്ളത് അറിയില്ല. എന്താ അയാൾ ചെയ്തിരിക്കുന്നത് അയാൾക്ക് മാത്രമേ അറിയാവുള്ളൂ. വേറെ ആരോടും അയാൾ ഷെയർ ചെയ്തിട്ടില്ല. നാട്ടുകാർക്ക് പോലും അറിയില്ല. പക്ഷെ എന്തോ ഒരു ഭയങ്കര ആളെന്നാണ് എല്ലാവരും പറയുന്നത്. അത് പക്ഷേ അയാൾ നമ്മുടെ സിനിമയിലും ഇതിലൊക്കെ പറയുന്നുണ്ട് അയാൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അയാൾ. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല അയാൾ. അത്രയും മിസ്റ്റീരിയസ് ആണ്. കാര്യം ചില ആൾക്കാർ അങ്ങനെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. വലിയ സൈക്കോപാത്തുകളെയൊക്കെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ അത് ഒരു ടേമാണ്. പക്ഷേ ജോർജ് കുട്ടി ഗതികേടിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത അയാളൊരു കൾട്ടിവേറ്റ് ചെയ്തെടുത്ത ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ആ ഒരു ഭയങ്കര ഹെഡ്ജ് അല്ലെങ്കിൽ ഒരു ഷീൽഡ്, ഒരു വലിയ കവചമിട്ട് നടക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെ ഭാരം ഭീകരമായിട്ട് അയാളുടെ മനസ്സിലും ശരീരത്തിലും ഉണ്ട്. അല്ല, ആ ഭാരം താങ്ങാനുള്ള ശേഷി ഇപ്പോഴുണ്ടോ? അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അയാൾ പറയുന്നല്ലോ, നമ്മുടെ ടീസൽ പോലും പറയുന്നത് എനിക്ക് ഭയമാണ് എന്ന് ഓപ്പൺ അപ്പ് ചെയ്ത് പറയുന്ന. സാധാരണ ഒരു സിനിമയിലെ നായകൻ അങ്ങനെ പറയാറില്ല. ഞാൻ അതെന്ത് വന്നാലും നേരിടും. പക്ഷെ അങ്ങനെയല്ലല്ലോ. എനിക്ക് ഒരാളല്ല, ഒരുപാട് പേരെൻ്റെ പുറകെയുണ്ട്, എനിക്ക് ഭയമാണ്. പിന്നെ അയാൾ ഒരാളെ പോലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ആളല്ല. അതൊക്കെയാണ് അയാളുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ. അയാൾ പറയുന്നത് ഞാൻ ഒരാളെ പോലും മോശമായിട്ട് വിചാരിക്കില്ല, നമ്മളെക്കാളും ബുദ്ധിയുള്ള ആളൊക്കെയാണ് ഓപ്പോസിറ്റ്. അതുകൊണ്ട് നമ്മൾ കെയർഫുള്ളായിരിക്കണം എന്ന് പറഞ്ഞ് അയാൾ നടക്കുമ്പോഴോ അല്ലെങ്കിൽ ഇരിക്കുമ്പോഴോ സഞ്ചരിക്കുമ്പോഴോ ഒക്കെ അയാൾ വളരെയധികം കെയർഫുള്ളാണ്. നമ്മൾ ഈ സിനിമയെ കാണുമ്പം നമുക്കറിയാം അയാൾ എവിടെയൊക്കെയോ എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോകുന്ന ഒരാളാണെന്ന് നമുക്ക് തോന്നി തുടങ്ങി. അപ്പോൾ ഇത് എങ്ങനെയെങ്കിലും അയാൾക്ക് ഈ ഭാരം ഇറക്കി വെക്കണം എന്നുള്ള ഒരു ഗതികേടിലേക്ക് അയാൾ പോകുന്നതായിട്ട് നമുക്ക് തോന്നും. അതാണ് ഈ സിനിമ. രണ്ടിലും കുടുംബത്തിൻ്റെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരുന്നു ജോർജ് കുട്ടിക്ക്. ഇപ്പം നേരത്തെ ജീത്തു ഒരു സൂചന നൽകി. അതായത് കാലം അങ്ങോട്ട് പോകുമ്പം കുടുംബം പഴയ ഒരു സ്നേഹം കാണിക്കണമെന്നില്ല, കുടുംബത്തിൻ്റെ സമ്മർദ്ദം ഏറുന്നുണ്ടോ മൂന്നാമത്തെ ജോർജ് കുട്ടിയിൽ? അല്ല, കുടുംബത്തിൻ്റെ സമ്മർദ്ദം ഇതില്ലേ, കുട്ടികളൊക്കെ വലുതായില്ലേ, ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, ചെറിയ കുട്ടികളൊന്നും അല്ലല്ലോ. അപ്പോൾ അവർക്കൊരു ലൈഫ് ഉണ്ടാക്കി കൊടുക്കണം. അവർക്ക് അവരുടേതായിട്ടുള്ള ലോകം ഉണ്ട്, അതിലേക്ക് വിടാൻ തയ്യാറാകണം. ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ പോരല്ലോ, അവനെ ഓപ്പൺ അപ്പ് ചെയ്ത് വിടേണ്ട ഒരു സമയമാണ്. അതിനയാൾക്ക് കഴിയുന്നുണ്ടോ, അതിന് സാധിക്കുന്നുണ്ടോ? പക്ഷേ അവരുടെ ഫാമിലി 100% അവരുടെ കൂടെ തന്നെയാണ്. പക്ഷേ ജോർജ് കുട്ടി അതിൽ നിന്ന് തനിച്ച് ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് ജോർജ് കുട്ടി. ജോർജ് കുട്ടിയെ പൂർണ്ണമായും കീഴടങ്ങാൻ അനുവദിക്കുമോ ഈ സിനിമയിൽ? അയ്യോ, അങ്ങനെയൊക്കെ പറഞ്ഞാൽ അതെനിക്കാണ് തിയേറ്ററിൽ വന്നാൽ നിങ്ങൾക്ക് അല്ല, കീഴടങ്ങാൻ അനുവദിക്കരുത് എന്നുള്ളൊരു റിക്വസ്റ്റാണ് മുന്നോട്ട് വെക്കുന്നത്. അല്ല, ഇത് പ്രശ്നം ഇവിടെ ജോർജ് കുട്ടി ഈ ഒരു ബോൾഡ് ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. ദൃശ്യം ആദ്യം നമ്മൾ ഇനിയിപ്പോൾ എഴുതി തുടങ്ങുമ്പോൾ നമ്മൾ ഒരു ഡിഫൈൻ ചെയ്തെടുത്തൊരു ക്യാരക്ടറൈസേഷൻ ജോർജ് കുട്ടി, എന്നെ കൂടെ റാണി, ഇതൊക്കെയുണ്ട്. ഇതിനകത്ത് ജോർജ് കുട്ടി എന്ന് പറയുന്ന ക്യാരക്ടറൈസേഷൻ നമ്മൾ അത് കഴിഞ്ഞൊരു സെക്കൻഡ് പാർട്ടൊക്കെ ഡെവലപ്പ് ചെയ്ത് വർക്ക് ചെയ്ത് വന്ന് അതിനെ റീഡിഫൈൻ ചെയ്ത് വന്ന് ആ ക്യാരക്ടർ പെൻ്റെ നിന്ന് പോയി. കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നേക്കാൾ വളർന്ന് എൻ്റെ കൺട്രോളിൽ നിന്ന് പോയി പുള്ളി സ്വയം തീരുമാനം എടുത്ത് വേറെ ലെവലിൽ പോയിക്കൊണ്ടിരിക്കുക. അതാണ് സത്യത്തിലുള്ള അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് ഈ ജോർജ് കുട്ടി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ എനിക്ക് പോലും അറിയാൻ മേലാത്തൊരവസ്ഥയിലാണ്. ഞാൻ അതിനെ വേറെ രീതിയിൽ പറഞ്ഞതിനകത്ത് അതിനകത്തൊരു ഇതുണ്ട്. ഞാൻ ശരിക്കും ഈ ക്യാരക്ടറിനെ തുടക്കത്തിൽ സൃഷ്ടിക്കുമ്പോൾ
ഇങ്ങനെയൊക്കെ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പോകുമെന്ന് ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അപ്പോൾ അങ്ങനെ ഒരു പോക്കാണ് ഇപ്പോൾ ജോർജ് കുട്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അത് അതിനകത്ത് ആ ഫിയർ ഫാക്ടർ എന്നൊക്കെ പറയുന്ന ജോർജ് കുട്ടി അങ്ങനെ ആദ്യത്തെ ഇതിനകത്ത് അങ്ങനെ ഒരു ഫിയർ ഒന്നുമില്ല. പുള്ളി ഇങ്ങനെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യുന്നു, ഉള്ളിൽ ഉണ്ടായിരുന്നിരിക്കാം. ഇപ്പോൾ അത് പുറത്തേക്ക് കാണിച്ചു തുടങ്ങി. അദ്ദേഹം പറഞ്ഞ പിന്നെ അതിന് അയാൾക്ക് ഭയമാണെന്ന് ഒരാളോട് പറയണം, അത് സത്യമാണോ നമുക്ക് അറിഞ്ഞൂടാ. അതാണ് അങ്ങനെയാണ് അയാൾ പറയുന്നത്. എൻ്റെ കുറേ ആൾക്കാരുണ്ട് ഭയമാണെന്നൊക്കെ പറയുന്നത് സത്യമാണോ എന്നറിയില്ല. അയാൾ എന്താ ചെയ്യാൻ പോകണമെന്നുള്ളത് നമുക്ക് ആ സിനിമ കാണുമ്പോഴേ അറിയുള്ളൂ. ഇപ്പോൾ ആൾക്കാർ പറയാണ് ഓക്കെ ജോർജ് കുട്ടി നിങ്ങൾ ഒരിക്കൽ കൂടെ വരണമെന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ 4 ചെയ്യാം. അല്ല, പുറത്ത് നിൽക്കാൻ ഞാൻ പ്രൊഡ്യൂസറോട് ചോദിച്ചു ആളുണ്ടാവുമോ എന്ന് ചോദിച്ചു. ഉണ്ടോന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയല്ല, ഞാനതൊരു തമാശയ്ക്ക് പറഞ്ഞു. ഞാൻ 3യുടെ കാര്യം പറയുന്നതിന് മുമ്പ് ആന്റണി ഏതൊരു ഇതിൽ പറഞ്ഞു 3 ഉറപ്പായിട്ടും അങ്ങനെയല്ല, അതിൻ്റെ പോസിബിലിറ്റി എപ്പോഴും ഇപ്പോൾ ജോർജ് കുട്ടി ആ സിനിമയിലും ഭയങ്കര പോസിബിലിറ്റിയിലാണ്. അതായത് ഞാൻ ചെയ്ത് നോക്കാം, അത് സക്സസ് ആയാൽ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ പിടിക്കപ്പെടും. അങ്ങനെയാണല്ലോ അയാളിപ്പം ഓരോ ആദ്യത്തെ കൊണ്ട് കുഴിച്ചിടുന്നതും അത് ഭാഗ്യം കൊണ്ടാണ്. ഒരു ഭാഗ്യം എന്ന് പറയുന്നൊരു വാക്കല്ല, അയാളുടെ ഒരു റിലീജിയൻ, ഒരു 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 വലിയൊരു എന്താ പറയേണ്ട ഒരു വലിയൊരു കാര്യമായിട്ട് എടുത്തിരിക്കുക. അപ്പോൾ അതിൽ അയാൾ രക്ഷപ്പെട്ടു. രണ്ടാമത്തേലും അയാൾ ട്രൈ ചെയ്യാണ്, ഒരു പോസിബിലിറ്റി ട്രൈ ചെയ്തപ്പോൾ അതിലും സക്സസ്ഫുള്ളായി. അപ്പോൾ ഇതിലും അയാൾ അങ്ങനെ ഒരു പോസിബിലിറ്റി ആണോ നോക്കുന്നത് നമുക്കറിയില്ല. അതും ട്രൈ ചെയ്ത് അയാൾ സക്സസ്ഫുള്ളായാലേ അടുത്തതിലേക്ക് പോകാൻ പറ്റുള്ളൂ. അത് പ്രേക്ഷകരാണ് ഇനി തീരുമാനിക്കേണ്ടത്. ഓക്കെ, ജോർജ് കുട്ടിയെ നമുക്ക് അങ്ങനെ എന്തെങ്കിലും കുറച്ച് ഒരു പ്രാവശ്യം കൂടെ അയാൾ. പക്ഷേ ഈ ലോകത്തെ മലയാളികൾ ഇപ്പം ഇതും കേരളം മാത്രമല്ല ഏറ്റുവാങ്ങിയത് ഈ സിനിമയെ, അല്ലേ? ലോകമെമ്പാടുമുള്ള മലയാളികൾ, തമിഴ്, മലയാളികൾ എല്ലാ ഭാഷകളിലും പെട്ടവർ. ഞാൻ പുറത്ത് പോകുമ്പോഴൊക്കെ വളരെ അത്ഭുതകരമായിട്ട് ചില സർദാർജികൾ അവരൊക്കെ വന്നിട്ട് നിങ്ങളുടെ ദൃശ്യം അവരൊക്കെ മലയാളം കണ്ടു എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞ അല്ല ഹിന്ദിയൊക്കെ ഉണ്ട്, പക്ഷേ ഞങ്ങൾക്ക് വി വാണ്ട് ടു വാച്ച് മലയാളം ദൃശ്യം 3 വെൻ ഇറ്റ് ഈസ് കമ്മിങ്. അതാണ്. അപ്പം അതൊരു പക്ഷേ OTTക്ക് ഞങ്ങൾ അന്ന് കൊടുത്തതൊരു വലിയ ഭാഗ്യമായിട്ട് മാറി. അല്ലെങ്കിൽ മലയാള സിനിമയെക്കുറിച്ച് ഒരു പക്ഷേ ഇത്രയും അറിയില്ലായിരുന്നു. നമ്മൾ ആ സെക്കൻഡ് OTTയിൽ കോവിഡ് ടൈമിൽ വന്നതുകൊണ്ട് ഒരുപാട് പേര് ആ സിനിമ കാണാൻ കണ്ടു. അത് കഴിഞ്ഞ് അതിൻ്റെ ദൃശ്യം 1 കണ്ടു. മറ്റ് സിനിമകൾ മറ്റ് ലാംഗ്വേജിലൊക്കെ കണ്ടിട്ട് അവർ ഇതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തു. അഫ്ഗാനിസ്ഥാനിലുള്ള ഒരു ക്രിക്കറ്റ് പ്ലെയർ മലയാളം വേഷനാണ്. ഞാൻ തിരുവനന്തപുരത്ത് വെച്ച് പുള്ളിനെ ഒരുപാട് പേര് കണ്ടു മലയാളം വേഷനെ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വലിയ ഒരു ഗുണം OTT വഴി ഈ ദൃശ്യത്തിന് കിട്ടി, മലയാള സിനിമയ്ക്ക് കിട്ടി. അപ്പോൾ അതുകൊണ്ട് അത്തരം സിനിമകൾക്ക് ഒരുപാട് പേര് പുറത്തുനിന്നുള്ള ആൾക്കാർ സിനിമ എടുക്കാൻ തയ്യാറായി വരുന്നുണ്ട് മലയാളത്തിലേക്ക്. അപ്പോൾ അതൊരു വലിയ കാര്യമായി മാറി. പുതിയ ക്യാരക്ടേഴ്സ് ഉണ്ടോ ദൃശ്യം 3-ൽ? ഇതിനകത്ത് കൂടുതലായിട്ടൊന്നുമില്ല. ഇതിനകത്ത് മേക്കിങ്ങിൽ പഴയ ആൾക്കാർ തന്നെയാണോ? ഒരു മെജോറിറ്റിയും പഴയ ആൾക്കാരൊക്കെ തന്നെ, മീൻസ് 2-ലുണ്ടായിരുന്നവരൊക്കെ തന്നെ. പിന്നെ പുതിയതായിട്ട് ടോട്ടലി ഫ്രഷ് ആയിട്ട് വരുന്ന വീണ നന്ദകുമാറിൻ്റെ ഒരു ക്യാരക്ടറുണ്ട്, ഒരു യാമി എന്ന് പറഞ്ഞൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റാണ്. ആൻഡ് ഷീസ് ഒരു വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു ക്യാരക്ടർ ഇതിനകത്ത് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ 1-2 ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്, അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം പഴയ ഈ ഫാമിലിയും അതും അങ്ങനെയൊക്കെയാണ്. ഐ ഹോപ്പ് പ്രഭാകർ ഫാമിലിയെ കൂടുതൽ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കുന്നു 3-ാമത്തെ പാർട്ട് നീങ്ങുന്നത്. അതിൻ്റെ ഒരു പരിണാമം അങ്ങനെയായിരിക്കും കരുതില്ല. അങ്ങനെ പറയാൻ പറ്റില്ല. പ്രഭാകരനും ഫാമിലിയും കോൺസെൻട്രേറ്റ് ചെയ്യാതെ ദൃശ്യത്തിൻ്റെ ഒരു കഥ ഉണ്ടാവില്ല. കാരണം അവർക്കാണ് മകൻ നഷ്ടപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവർ എന്തായാലും കഥയുടെ പാർട്ടായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. അവരെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടല്ല. നേരത്തെ പറഞ്ഞതുപോലെ ഈ ജോർജ് കുട്ടിയെ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് ദൃശ്യം 3-യും. നേരത്തെ ലാൽ പറഞ്ഞപ്പോഴാണ് ഞാൻ വീണ്ടും അതിനെപ്പറ്റി കുറേയും കൂടെയൊക്കെ ആലോചിച്ചത്. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ക്യാരക്ടറല്ല. ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം മനസ്സിലുള്ളത് മുഖത്ത് കാണിക്കാതെ അഭിനയിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. അത് നമുക്ക് പറയുന്ന പോലെയല്ല. അത് ഒരു വാർത്ത കേട്ടാൽ അയാളുടെ ഉള്ളിൽ ഞെട്ടുമ്പോഴും മുഖത്ത് ആ ഞെട്ടൽ കാണിക്കാതെ അഭിനയിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യം. അതെനിക്ക് തോന്നുന്നു 1-നെക്കാളും 2-നെക്കാളും കൂടുതലായിരിക്കും ദൃശ്യം 3-ൽ. ജോർജ് കുട്ടിക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ള ആൾ തന്നെയാണ് അടുത്തിരിക്കുന്നത്, അല്ലേ? അതെ, ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട ആളാണ്. പക്ഷെ അതും ആ പേടി കാണിക്കാനും പറ്റില്ല. അത് ദൃശ്യം 2-ൽ തന്നെ തിയേറ്ററിൽ ചെന്നിട്ട് ഇയാൾ ചോദിക്കുന്നതും റിക്വസ്റ്റ് ആയിട്ടാണ് ചോദിക്കുന്നത്. അല്ലാണ്ട് അയാൾ ഒരിക്കലും ജോർജ് കുട്ടിയെ കുറ്റപ്പെടുത്തുന്നില്ല. എനിക്കങ്ങനെ അത്തരം കാര്യങ്ങളൊന്നും വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇങ്ങനെ വരുമ്പോൾ പറയാതിരിക്കാൻ വയ്യ. അതിന് വേറൊരു പ്രശ്നമുണ്ട്. ഈ പ്രഭാകരൻ കാണിക്കുന്നത് സത്യമാണോ എന്ന് അങ്ങനെ അറിയാം? പ്രഭാകരൻ അങ്ങനെ അല്ലല്ല, സീരിയസ് ആലോചിച്ചോടെ. അയാൾ ഞാൻ ഒന്ന് പറഞ്ഞാൽ മതി, ഞാൻ എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു കൊടുത്താൽ
അപ്പൊ അത് പ്രഭാകരനും ഭയങ്കര കോംപ്ലക്സ് അല്ല അതെ, അതെ, അത് ജോർജ് കുട്ടിയുടെ സംശയമാണത്. അല്ല, അതാണ്. പ്രഭാകരൻ നേരെ ആളാണ്. അറിയാൻ പറ്റും. ക്യാരക്ടറൈസേഷനല്ലേ ശരിക്കും വളരെ സീരിയസ് ലാലേട്ടൻ ഒരു കാര്യം, അതായത് ലാലേട്ടൻ കൺഫെഷൻ നടത്തുകയാണ് അല്ലേ, അതെ, കൺഫെഷൻ നടത്തുകയാണ്. പ്രഭാകരൻ്റെ ഭാര്യയ്ക്ക് അറസ്റ്റ് ചെയ്യാം ഈ ഒരൊറ്റ കൺഫെഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ. പക്ഷെ ഇപ്പോൾ പ്രഭാകരൻ്റെ ഭാര്യ സർവീസിലില്ല. ഫസ്റ്റ് ഇതിൽ തന്നെ എന്നാലും അതൊക്കെ ചെയ്യാം. എന്നാലും ആ ഒരു പിന്നെ അതിന് മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വരും. പക്ഷെ നമ്മൾ കഥ പറയുമ്പോൾ പല ആംഗിളിൽ നമ്മൾ നോക്കുമല്ലോ. ഇത് ശരിക്കും ജോർജ് കുട്ടിയെക്കാളും ഭയങ്കര ആളാണ് ഇയാൾ. ഇതിൽ അല്ലാതെ വേറൊരു കോംപ്ലിക്കേഷൻ ഉള്ള എന്താണെന്ന് അറിയാം. ഞാൻ ഈ പടത്തിൻ്റെ പ്രൊമോഷൻ ഷൂട്ടിന് വരുമ്പോൾ ആലോചിച്ചതാണ്. നമ്മളൊരു പടത്തിൻ്റെ ഒരു പ്രീ റിലീസായിട്ട് നമ്മളിങ്ങനെ ഒരു പ്രൊമോഷൻ ഷൂട്ട് ചെയ്യുന്നത് ഈ സിനിമ ആളുകളിലേക്ക് കൂടുതൽ എത്താൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മുടെ ഈ പ്രൊമോഷൻ ഷൂട്ട് കണ്ട് നമ്മൾ സംസാരിക്കുന്നത് കണ്ടു കഴിയുമ്പോൾ ദൃശ്യം 3 വരും. നമുക്ക് ഇതിന് അങ്ങനത്തെ ഒരു സംഗതിയെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. എല്ലാവരും ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഈ പ്രൊമോഷൻ ഷൂട്ടിൽ വന്നിരുന്ന് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് ദൃശ്യം 3ക്ക് കുഴപ്പമേ ആവുള്ളൂ. അല്ലാതെ അതിനെ പ്രൊമോട്ട് ചെയ്യല്ല ചെയ്യും. ആളുകൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ പ്രൊമോഷൻ ഷൂട്ട്. സ്പോയിലർ കമന്റ് നേരത്തെ എന്തോ വന്നു തോന്നുന്നല്ലേ, ഷോയ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് എന്തോ ഒരു സ്പോയിലർ കമന്റ്. അല്ല, അതിനകത്ത് ഒരു ചെറിയൊരു കാര്യം പുള്ളി പറഞ്ഞതേ ഉള്ളൂ. മറ്റേ ലിഷോയി ഒരു കാര്യം പറഞ്ഞു. പ്രേക്ഷകർ അതിൽ പിടിച്ചാണ് ആലോചിക്കുന്നത്. അതായത് ജോർജ് കുട്ടിയുടെ ലൈഫിൽ പല കാര്യങ്ങളും സംഭവിക്കുന്നതായിട്ട് അതിന്റെ ഒരു ഭാഗമായിട്ട് നടക്കുന്ന ഒരു കാര്യം, അത്രേ ഉള്ളൂ. പുള്ളിക്ക് അത് അങ്ങനെ പറഞ്ഞതുമല്ല, കാരണം പുള്ളിക്ക് അറിയാതെ വലിയ പ്രശ്നമുള്ള കാര്യമല്ലെന്ന്. അതുകൊണ്ട് പുള്ളി 21 കഴിയുമ്പോൾ എല്ലാവരും അറിയില്ലേ. ഒറ്റ കാര്യം കൂടി ലാലേട്ടാ, ഈ അഭിനയ പാടവത്തിന്റെ കലവറയിൽ ഇനി എന്തൊക്കെ താങ്കൾ അവശേഷിപ്പിക്കും? അയ്യോ, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പേടിച്ചു. ഞാനൊരു പാവം അല്ല, എന്താ പറയുന്നത്, അതൊക്കെ നമുക്കൊരു ഭാഗ്യമാണ്. ഇപ്പോൾ ഇങ്ങനൊരു കഥാപാത്രത്തെ കിട്ടുക എന്ന് പറയുന്ന ഭയങ്കര ഭാഗ്യമല്ലേ അല്ലേ. ഇത്രയും ആൾക്കാർ വെയിറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു കഥാപാത്രത്തിന് അല്ലെങ്കിൽ അയാൾക്ക് എന്ത് സംഭവിച്ചു എന്നറിയുന്നത് ഒരു ഭാഗ്യമാണ്. അതൊക്കെ ഒരു ആക്ടറിന് അങ്ങനെയല്ലോ, ആക്ടറിന് ഒരു ഭയങ്കര ഭാഗ്യമാണ് റോള് കിട്ടുക എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് ഭാഗ്യം കിട്ടിയ ഒരാളാണ് എന്ന് ഞാൻ വിശ്വസിക്കും. കാര്യം ഞാൻ പലപ്പോഴും പറയുന്നുണ്ട്, എനിക്ക് ഏറ്റവും വലിയ വെറ്ററൻസിൻ്റെ കൂടെ അഭിനയിക്കാൻ സാധിച്ചു. ഇപ്പം നസീർ സാറായാലും ശിവാജി ഗണേശൻ സാറായാലും അല്ലെങ്കിൽ നാഗേശ്വർ റാവു, അമിതാഭ് ബച്ചൻ, രാജ്കുമാർ. അപ്പോൾ അതൊക്കെ ഒരു തിക്കുറി സാർ, SP പിള്ള, അങ്ങനെയൊക്കെ വലിയൊരു ലെഗസിയുടെ കൂടെ സഞ്ചരിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ ഇനി എന്തെന്നുള്ളത് ഞാൻ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല. അത് ലെറ്റ് ഇറ്റ് ഹാപ്പൻ എന്നേ പറയാൻ പറ്റുള്ളൂ. അതിൽ ഒരുപാട് ഒരു ഒഴുകുന്ന പോലെ അതിൽ കുറച്ച് നല്ല സിനിമകൾ വരാം, മോശമെന്ന് പറയപ്പെടുന്ന സിനിമകൾ വരാം. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ആക്ടർ എന്ന് പറയുന്നതിന് ഒരു ചോയ്സ് ഒന്നുമില്ല. എൻ്റെ ജോലി, ഐ എം എ പെർഫോമർ. അപ്പം ഞാനത് ചെയ്തേ പറ്റുള്ളൂ. പിന്നെ ആൾക്കാർ പറയും കൊള്ളൂലെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാണ്? അപ്പോൾ എൻ്റെ സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത് എനിക്ക് കിട്ടുന്ന റോള് എനിക്ക് അറിയാവുന്ന രീതിയിൽ ഭംഗിയായിട്ട് ചെയ്യാന്നുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ വളരെ ആത്മാർത്ഥതയോടും കാര്യങ്ങളോടും ചെയ്യുന്നു. ഒരു 48 വർഷമായി, 2 വർഷം കഴിഞ്ഞാൽ 50 വർഷമാകും. ഇതൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. ഈ 48ാമത്തെ വർഷത്തിലും നമ്മളുടെ സിനിമയ്ക്ക് വേണ്ടി ആളുകൾ വെയിറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് എൻ്റെ ഗുരുത്വം. അപ്പോൾ അതിന് ഒരുപാട് പേര് കാരണക്കാരാണ്. ഈ ഇരിക്കുന്ന ആളോ, ഈ ഇരിക്കുന്ന ആൾ, കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ, നിങ്ങൾ എല്ലാവരും അതിൻ്റെ കാരണക്കാരാണ്. അപ്പം അതൊരു ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആയിട്ട്, ഒരു ഗ്രാറ്റിറ്റ്യൂഡായിട്ട് ഞാൻ നമസ്കരിക്കുന്നു. അങ്ങനെ എനിക്ക് പറയാൻ പറ്റും. വയസ്സാവും തോറും സൗന്ദര്യം കൂടി വരികയാണ്. ഈ നടന വേദിയിൽ ഇനിയും കൂടുതൽ പ്രോജ്വലിക്കാൻ താങ്കൾക്ക് സാധിക്കട്ടെ. അതുപോലെ ദൃശ്യം 3 ഗംഭീര വിജയമാകട്ടെ. പ്രേക്ഷകരെ കാത്തിരിക്കുന്നു. താങ്ക് യു വെരി മച്ച്.